വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാറുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. മായുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. സുഭാഷിതം. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. The Lord is far from the wicked, but he hears the prayer of the righteous. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 29-ാം വാക്യമാണ് വായിച്ചത്. ജ്ഞാനിയായ ശലോമോൻ ഇവിടെ 2 തരം ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നീതിമാനും ദുഷ്ടനും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെയുള്ള 2 കാറ്റഗറിയിൽ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ആരാണ് നീതിമാന്മാർ, ആരാണ് ദുഷ്ടന്മാർ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയും തങ്ങളെക്കുറിച്ച് ദുഷ്ടനാണെന്ന് പറയുകയില്ല. ഒരുപക്ഷെ താൻ നീതിമാനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ ചിലരെങ്കിലും ശ്രമിക്കും. ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് നമ്മെപ്പോലെ നല്ല മനുഷ്യർ ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മനുഷ്യരെ നമുക്ക് തരംതിരിക്കുവാൻ കഴിയുകയുള്ളൂ. എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന സത്യവേദപുസ്തകം തന്നെ നമുക്ക് മാനദണ്ഡമായി എടുക്കാം. ബൈബിളിൽ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നിയമങ്ങൾക്കും തത്വങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ്. നീതിക്കും ദൈവഭക്തിക്കും വിരുദ്ധമായ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ വിവരിക്കുവാൻ ദുഷ്ടന്മാർ എന്ന പദം തിരുവെഴുത്തുകളിലുടനീളം വ്യാപകമായി കാണുവാൻ കഴിയും. ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ദൈവത്തിനെതിരായ മത്സരം, ദോഷചിന്തകൾ, പാപകരമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കൈമുതലാക്കിയിട്ടുള്ളവരാണ്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ വായ് സത്യം സംസാരിക്കും, ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു എന്ന്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാജം അല്ലെങ്കിൽ കള്ളം പറയുന്നത് ദുഷ്ടന്മാരുടെ ഒരു സ്വഭാവമാണ്. വ്യാജം അഥവാ നുണയെ ദൈവം കാണുന്നത് സംസാരത്തിന്റെ ഒരു പ്രവൃത്തിയായല്ല, മറിച്ച് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും വിഭജിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാരകമായ ശക്തിയായിട്ടാകുന്നു. കള്ളം പറയുമ്പോൾ സാത്താന് പ്രവർത്തിക്കാനുള്ള വാതിൽ നാം തുറന്നു കൊടുക്കുകയാണ്. കാരണം സാത്താൻ ഭോഷ്ക് പറയുന്നവനാകുന്നു. യോഹന്നാൻ 8:44 യേശു കർത്താവ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. വീണ്ടും സദൃശവാക്യങ്ങൾ 8:13 പറയുന്നത്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. യഹോവ വെറുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് 6:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. 10-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിക്കുന്നത്, ദുഷ്ടൻ ഉന്നത ഭാവത്തോട് അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു, ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും. സങ്കീർത്തനം 37:14 എഴുതിയിരിക്കുന്നത്, എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും
സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ലു കുലച്ചിരിക്കുന്നു. ദുഷ്ടന്മാരെക്കുറിച്ച് ഒരു സാമാന്യ അറിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ധാരാളം വാക്യങ്ങൾ അവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദുഷ്ടതയിൽ ജീവിതകാലം കഴിക്കുന്നവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം എന്നാണ് സദൃശവാക്യങ്ങൾ 11:21 കാണുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8 വാക്യം വായിക്കുന്നത്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. ദുഷ്ടന്മാർക്ക് നിത്യന്യായവിധിയാണ് കൽപ്പിച്ചിരിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെങ്കിൽ നാം നീതിമാന്മാരായിരിക്കണമെന്നർത്ഥം. ബൈബിളിൻ പ്രകാരം നീതിമാന്മാർ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. യെഹെസ്കേൽ പ്രവചനം 18 അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാന്റെ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നീതിമാൻ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരോടും അന്യായം പ്രവർത്തിക്കുന്നില്ല. 8-9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, നീതികേട് ചെയ്യാതവണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോട് നടക്കുന്നവൻ നീതിമാൻ. 1 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നു. 6 വാക്യം വായിക്കുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. വേദപുസ്തകം മറ്റൊരു സത്യം കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 143 സങ്കീർത്തനം 2 വാക്യം വായിക്കുന്നത്, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ എന്ന്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. റോമർ 3:10 എഴുതിയിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. നീതിയുടെ മാനദണ്ഡം ദൈവത്തിന്റെ നീതിയാണ്. ആരും സ്വന്തം നിലയിൽ നീതിമാനല്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നമുക്ക് സ്വയമായി നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നീതിമാനാകുവാൻ കഴിയുകയില്ല. റോമർ 3:23 പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നിരുന്നാലും തിരുവെഴുത്ത് ചിലരെ നീതിമാന്മാർ എന്ന് വിളിക്കുന്നു. 1 യോഹന്നാൻ 3:7 പറഞ്ഞിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ഇന്നേ വരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഒരേ ഒരുവൻ മാത്രമേ നീതിമാനായിരുന്നുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. 1 യോഹന്നാൻ 2:29 പറഞ്ഞിരിക്കുന്നത്, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഫിലിപ്പിയർ 3:9 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് നീതിമാന്മാരായി എണ്ണുന്നത് എന്നർത്ഥം. അബ്രഹാം വിശ്വസിച്ചതിനാലാണ് അദ്ദേഹത്തെ നീതിമാനായി കണക്കിട്ടത്. റോമർ 5:1 പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
10:4 പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. യേശു കർത്താവ് പഠിപ്പിച്ചത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പത്രോസ് എഴുതിയിരിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ കർത്താവിനെ വിശ്വസിക്കുന്നവരാണ് നീതിമാന്മാരായിത്തീരുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശു കർത്താവിൽ വിശ്വസിച്ച് നീതിമാന്മാരായി തീർന്നവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. 1 പത്രോസ് 3:12 എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കൂ, നീതിമാന്മാരായി ജീവിക്കൂ. ഗോഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാം. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി.